ചില സിനിമകളിൽ നടക്കുന്ന കൊലപാതക രീതി കണ്ട് നമ്മൾ ഞെട്ടിപ്പോകാറുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന തോന്നൽ പോലും ചിലപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് തന്നെ യഥാർത്ഥത്തിൽ സംഭവിച്ചാൽ എങ്ങനെയായിരിക്കും? 2024 മാർച്ച് മാസം 24 ആലപ്പുഴ, കേരളം. ആലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് അന്ന് രാവിലെ ഒരു ഫോൺ കോൾ വന്നു. വിളിച്ചയാൾ പറഞ്ഞത് ഒരാൾ പെട്രോൾ ക്യാൻ വെച്ചുകൊണ്ട് രണ്ടുപേരെ ചുട്ടുകൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. വേഗം തന്നെ വരാൻ ആവശ്യപ്പെട്ടു. ഉടൻ പോലീസും അയാൾ പറഞ്ഞ വിലാസത്തിൽ പോയി നോക്കി. അവിടെ 40 വയസ്സ് തോന്നിക്കുന്ന പ്രമോദ് എന്നയാൾ, അവന്റെ കയ്യിൽ പെട്രോൾ ക്യാനുണ്ട്. വീടിനുള്ളിൽ പേടിച്ചു വിറച്ചു നിൽക്കുന്ന ഭാര്യയെയും കുഞ്ഞിനെയും നോക്കി, മര്യാദയ്ക്ക് രണ്ടുപേരും എന്റെ വീട്ടിലേക്ക് വരണം, ഇല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ചുട്ടുകൊല്ലുമെന്ന്, പെട്രോൾ ഒഴിച്ച് ചുട്ടുകൊല്ലുമെന്ന് വീടിന് പുറത്തുനിന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അവന്റെ അമ്മായിയപ്പനായിരുന്നു അവനെ വീടിനുള്ളിൽ കടക്കാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തിയത്. ഇതിനെ അയൽവാസികൾ എല്ലാവരും ചുറ്റും നിന്ന് നോക്കിക്കൊണ്ടു നിന്നു. അവരിൽ ചിലർ വളരെ ദൂരത്തിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് അവനെ തടയാൻ ശ്രമിക്കുന്നു. പക്ഷെ ആർക്കും അവന്റെ അടുത്ത് ചെന്ന് തടയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ വളരെ ധൈര്യമായി അവന്റെ അടുത്ത് ചെന്ന് അവന്റെ തോളിൽ തട്ടി. ആരാണെന്നറിയാനായി പ്രമോദും തിരിഞ്ഞു നോക്കിയപ്പോൾ മദ്യലഹരിയിൽ ബോധം നഷ്ടമായി ശരിയായി കാണാൻ പോലും കഴിയാത്ത അവന് തന്റെ തോളിൽ തട്ടിയത് പോലീസാണെന്ന് മനസ്സിലായതും പോലീസിനെ അടിക്കാൻ പോലും അവന്റെ കൈകൾ ഉയർത്തി. അങ്ങനെ ഓങ്ങി അവന്റെ കൈകളെ മടക്കി പിടിച്ച് അവന്റെ അഹങ്കാരവും അടക്കി അവനെ പോലീസ് വണ്ടിയിലേക്ക് കയറ്റി നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ അവനെ റിമാൻഡിലാക്കി. ഈ സമയത്താണ് പോലീസിന് ഒരു ഊമക്കത്ത് ലഭിച്ചത്. ആ കത്ത് വായിച്ച് പോലീസ് സ്റ്റേഷനിലെ എല്ലാവരും തന്നെ ഞെട്ടി. കാരണം ആ ഒരു കത്തിൽ 4 പേരുടെ പേരുകൾ പരാമർശിച്ചിരുന്നു. ആ 4 പേരിൽ പ്രമോദിന്റെ പേരും ഉണ്ടായിരുന്നു. ഇത് കണ്ട പോലീസും പ്രമോദിന്റെ അടുത്ത് ചെന്നിട്ട് ഒരേ ഒരു ചോദ്യം മാത്രം ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ പ്രമോദിന്റെ ശരീരമാകെ വിയർക്കാൻ തുടങ്ങി. അപ്പോവരെയും സെക്ഷൻ 502 മാത്രമായിരുന്നു അവന്റെ മേൽ ഫയൽ ചെയ്തത്. എന്നാൽ ഇപ്പോൾ അത് 302 വകുപ്പിലേക്ക് മാറ്റി. അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ആ ഊമക്കത്തിൽ എന്താണ് പറഞ്ഞിരുന്നത്? പോലീസ് അത് കണ്ട് ഞെട്ടണം എന്നുണ്ടെങ്കിൽ അതിൽ എന്ത് എഴുതിയിരുന്നു? പോലീസുകാർ പ്രമോദിനോട് പോയി ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഇങ്ങനെ സമീപകാലത്ത് മുഴുവൻ കേരള ജനതയെയും ആശ്ചര്യപ്പെടുത്തിയ, ഞെട്ടിപ്പിച്ച വളരെ സെൻസേഷണലായ ഒരു കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ഈ കത്ത് വായിച്ച പോലീസും രഹസ്യമായ അന്വേഷണം ആരംഭിച്ചു. അപ്പോഴാണ് 3 മാസം കഴിഞ്ഞ് സുരേഷ് കുമാർ എന്ന വ്യക്തി ആ കത്തിലുണ്ടായിരുന്ന അതേ കാര്യം സൂചിപ്പിച്ച് ആ 4 പേർക്കെതിരെ ഒരു പരാതി നൽകി. ആ 4 പേരിൽ പ്രമോദ് നേരത്തെ സ്റ്റേഷനിലായിരുന്നു. ബാക്കിയുള്ള 3 പേരിൽ ജിജു, സോമരാജ്, അനിൽകുമാർ. ഇവർ 3 പേരിൽ അനിൽകുമാർ വിദേശത്തായതിനാൽ ബാക്കി 2 പേർ കൂടാതെ കംപ്ലൈന്റ് കൊടുത്ത സുരേഷ് കുമാർ, ഈ 3 പേരെയും പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്ത സുരേഷ് കുമാർ തന്നെ അതെല്ലാം അംഗീകരിക്കുകയും സത്യം ഏറ്റുപറയുകയും ചെയ്തു. അവന്റെ കുറ്റസമ്മതം കേട്ട് ഞെട്ടിപ്പോയ പോലീസുകാർക്ക് യഥാർത്ഥ കുറ്റവാളി അനിൽകുമാർ ആണെന്ന് മനസ്സിലായി. അങ്ങനെ 2-ാം തീയതി, ഒരാഴ്ചകൾക്ക് മുൻപ് പോലീസ് അവന്റെ വീട്ടിൽ ചെന്ന് അനിൽകുമാറിന്റെ മാതാപിതാക്കളോടും ഭാര്യയോടും ശ്രീകല എന്ന പേര് ചോദിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ശ്രീകലയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവൾ 15 വർഷങ്ങൾക്ക് മുൻപ് അനിൽകുമാറിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് മറ്റാരുടെയും കൂടെ ഒളിച്ചോടിയല്ലോ. അവളെക്കുറിച്ച് ഇപ്പോഴെന്തിനാണ് ഇവർ അന്വേഷിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു സംശയം എല്ലാവരുടെ മനസ്സിലും വന്നു. അതെ, ശ്രീകല അനിൽകുമാറിന്റെ ആദ്യത്തെ ഭാര്യയാണ്. ഇപ്പോ ആ വീടിനുള്ളിലെ ഒരു മുറിക്കുള്ളിൽ പോലീസ് ആ വീട്ടുകാരോട് ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറകിൽ ഒരു 4-5 പേർ എന്തോ ഇടിച്ചു പൊളിക്കുന്ന ഒരു ശബ്ദം കേട്ടു. അങ്ങനെ ആ വീട്ടിൽ എന്ത് സംഭവിക്കുന്നുവെന്നറിയാതെ വീട്ടിലുള്ള എല്ലാവരും ആശയക്കുഴപ്പത്തിലായ സമയത്താണ് പോലീസ് സുരേഷ് കുമാർ നടത്തിയ കുറ്റസമ്മതം അവരോട് പറയാൻ തുടങ്ങിയത്. ഇത് കേട്ട് ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും പോലീസ് പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ ഞെട്ടി മരവിച്ചുപോയി. അങ്ങനെ സുരേഷ് കുമാർ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ ഇവയാണ്. ആലപ്പുഴയിലെ ഒരു പട്ടണമാണ് മാന്നാർ. മാന്നാറിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ് എരമത്തൂർ. ഇവിടെ 17 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2007 അനിൽകുമാർ മേസ്തിരിയായി ജോലി നോക്കി വരികയായിരുന്നു. അങ്ങനെ അവൻ ജോലിക്ക് പോയി വരുന്ന സമയത്തൊക്കെ 25 വയസ്സുള്ള ശ്രീകലയെ അവൻ കണ്ടുമുട്ടി. ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ അവളെ ഇഷ്ടപ്പെട്ടു. ഇത് കഴിഞ്ഞ് ഇരുവരും പ്രണയത്തിലായി. അവരുടെ പ്രണയം വിവാഹത്തിലും അവസാനിച്ചു. എന്നാൽ അനിൽകുമാറിന്റെ മാതാപിതാക്കൾ ഈ ഒരു വിവാഹത്തിന് ഒട്ടും തന്നെ താല്പര്യം കാണിച്ചില്ല. കാരണം ഇവർ 2 പേരും പ്രത്യേക ജാതിയായിരുന്നു. അതിനാൽ അനിൽകുമാറിന്റെ വീട്ടിലെ ആർക്കും തന്നെ ശ്രീകലയെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ശ്രീകലയും അനിൽകുമാറും പ്രത്യേകം വീടെടുത്ത് താമസിക്കാൻ തുടങ്ങി. അവിടെ അവർക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചു. അനിൽകുമാർ അയാൾ നോക്കുന്ന ജോലിയിൽ നിന്നും കിട്ടുന്ന ശമ്പളം തികയാത്തതിനാൽ
നേരത്തെ അവർക്ക് ധാരാളം കടമുള്ളതുകൊണ്ടും ഏതാനും വർഷങ്ങൾ വിദേശത്ത് ജോലി ചെയ്യാൻ തീരുമാനിച്ചു. അതനുസരിച്ച് സൗത്ത് ആഫ്രിക്കയിലും അവനൊരു ജോലി ലഭിച്ചു. അങ്ങനെ അയാൾ അങ്ങോട്ടേക്ക് പോകുന്നു. ഇപ്പൊ ഭർത്താവ് പോയതും കലയ്ക്ക് അവളുടെ ലോകം തന്നെ ഇരുട്ടായതുപോലെ തോന്നി. കാരണം അയൽക്കാർ ആരും തന്നെ അവളോട് സംസാരിക്കുകയില്ലായിരുന്നു. ശരിയായി സംസാരിച്ചില്ല എങ്കിൽ പോലും അതൊരു കുഴപ്പമേ അല്ല എന്ന് പറയാം. പക്ഷെ കല മറ്റൊരാളുമായി ബന്ധത്തിലാണ് എന്ന രീതിയിൽ അവളെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കാൻ തുടങ്ങി. ഇക്കാരണത്താൽ അവൾക്ക് ആ വീട്ടിൽ താമസിക്കാനേ ഇഷ്ടം തോന്നിയില്ല. അങ്ങനെ കല അവളുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോയി. ഇത് സംഭവിച്ച് ഒരു വർഷം കഴിഞ്ഞ് 2009 സൗത്ത് ആഫ്രിക്കയിൽ നിന്നും നാട്ടിലേക്ക് അനിൽകുമാർ വന്നു. വീട് പൂട്ടിക്കിടക്കുന്നത് കണ്ടിട്ട് അയൽവാസികളോട് അയാൾ അന്വേഷിച്ചു. ഇപ്പോ ശ്രീകല അമ്മയുടെ വീട്ടിലേക്കാണ് പോയതെന്നും കൂടെ എന്തുകൊണ്ട് പോയി എന്നുള്ള കാരണവും അയൽവാസികൾ പറഞ്ഞ് അനിൽകുമാറിന് മനസ്സിലായി. അയൽവാസികൾ പറഞ്ഞ തെറ്റായ ബന്ധം സത്യമാണോ കള്ളമാണോ എന്നൊന്നും അന്വേഷിക്കാതെ അത് സത്യമായിരിക്കുമെന്ന് കുമാർ വിശ്വസിച്ചു. അങ്ങനെ വളരെ ദേഷ്യത്തോടുകൂടി അവിടെ നിന്നും ശ്രീകലയുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ശ്രീകലയെ കണ്ടു. ഭർത്താവിനെ കണ്ടയുടനെ ഭർത്താവിന് നേരത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാകും. വഴക്കിടാനാണ് വന്നിട്ടുണ്ടാവുക എന്ന് ഭയന്ന് നിന്ന കലയോട് ചെന്നിട്ട്, നിനക്ക് സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് വളരെ സമാധാനത്തോടുകൂടി അനിൽകുമാർ സംസാരിക്കുകയും, ഞാൻ വിദേശത്തേക്ക് പോകുമ്പോൾ നിന്നെയും കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോകാം, എന്നാൽ അതിനു മുൻപ് നമുക്ക് ഒരു ടൂറൊക്കെ പോകാം എന്ന് പറഞ്ഞു. ഒരു വർഷത്തിന് ശേഷം ഭർത്താവിനെ കണ്ട ആ ഒരു സന്തോഷത്തിൽ കലയും ശരി പോകാം എന്ന് സമ്മതിച്ചു. പക്ഷെ അനിൽകുമാറിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നുവെന്ന് ആ സമയം കലയ്ക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ കുഞ്ഞിനെ അമ്മയുടെ വീട്ടിലാക്കിയിട്ട് കല കുമാറിനോടൊപ്പം പോയി. ഈ സമയം കുമാറിന്റെ ബന്ധുക്കളായ ജിജു, സോമരാജ്, ഒപ്പം പ്രമോദ്, ഇവരോട് നേരത്തെ അനിൽകുമാർ അവന്റെ പദ്ധതിയെല്ലാം പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് ടൂറിനായി പോയി. ഈ ഒരു കാർ വലിയ പെരുമ്പുഴയിലെ ഒരു പാലത്തിന് മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം അനിൽകുമാർ തന്റെ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങി. ഒരാൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റു 3 പേർ ചേർന്ന് ഒരു തുണി കൊണ്ട് കലയുടെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞെരിക്കാൻ തുടങ്ങിയ ചില മിനിറ്റിൽ തന്നെ കല ശ്വസിക്കാൻ സാധിക്കാതെ മരിച്ചു. ഇപ്പൊ ഈ 4 പേരും ആ പാലത്തിന് മുകളിൽ അവരുടെ കാർ നിർത്തി. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ആരും വരുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടെ കലയുടെ മരിച്ച ശരീരം എടുത്ത് ആ പാലത്തിനടിയിലൂടെ ഒഴുകുന്ന നദിയിലേക്ക് എറിയാൻ ശ്രമിക്കുന്നു. ഇപ്പൊ പെട്ടെന്ന് അനിൽകുമാർ അവരെ തടഞ്ഞു. അവന്റെ പദ്ധതി ആകെ അവൻ മാറ്റി. ഇപ്പോ വന്ന അതേ വേഗത്തിൽ തന്നെ കലയുടെ ശരീരം ആ കാറിനുള്ളിലാക്കിയിട്ട് അനിൽകുമാറിന്റെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ പോയപ്പോൾ ജിജു, സോമരാജ് രണ്ടുപേരും അവിടെ നിന്നും പോയി. അവിടെ ഉണ്ടായിരുന്ന കുമാർ, പ്രമോദ് രണ്ടുപേരും ചേർന്ന് കത്തികൊണ്ട് കലയുടെ മരിച്ച ശരീരം, കൈ, കാൽ, തല ഇവയെല്ലാം പ്രത്യേകം വെട്ടിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ വെട്ടിയെടുത്ത ശരീരഭാഗങ്ങൾ വീടിന് പുറകിലെ സെപ്റ്റി ടാങ്കിനുള്ളിൽ ഇടുകയും സിമന്റ് കൊണ്ട് അത് അടച്ചു വെച്ചു. ഇതിനൊക്കെ മുൻപ് അനിൽകുമാർ സുരേഷ് കുമാറിനോട് ഈ ശരീരം ഡിസ്പോസ് ചെയ്യാൻ സഹായിക്കാൻ ആവശ്യപ്പെട്ടു. അതൊരു ഭീഷണിപ്പെടുത്തലായിരുന്നു. പക്ഷേ സുരേഷ് കുമാർ അതിന് സമ്മതിച്ചില്ല, സഹായിക്കാൻ വിസമ്മതിച്ചു. ഇങ്ങനെ സംഭവങ്ങൾ നടന്ന് കുറച്ചു ദിവസത്തിന് ശേഷം കല എവിടെ പോയി എന്ന് അനിൽകുമാറിനോട് എല്ലാവരും ചോദിച്ചപ്പോൾ ശ്രീകല ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് അനിൽകുമാർ ഒരു കഥയുണ്ടാക്കി പറയാൻ തുടങ്ങി. നേരത്തെ തന്നെ അങ്ങനെ ഒരു കിംവദന്തി ഉണ്ടായിരുന്നതിനാൽ ബന്ധുക്കളും അത് വിശ്വസിച്ചു. അവൾക്ക് 1.5 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ തനിച്ചാക്കി അവൾക്ക് എങ്ങനെ ഒളിച്ചോടാൻ തോന്നിയെന്ന് എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി. ഇതിനുശേഷം ശ്രീകല സംസാരിക്കുന്നതായി പറഞ്ഞ് 1-2 തവണ ഒരു സ്ത്രീ അനിൽകുമാറിന്റെ വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചിരുന്നു. ഇതിനിടെ ചില ബന്ധുക്കളും പാലക്കാട് വെച്ച് ശ്രീകലയെ കണ്ടുവെന്ന് 2 തവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും കരുതിയത് ശ്രീകല മറ്റൊരാൾക്കൊപ്പം സുഖമായി ജീവിക്കുന്നുവെന്നാണ്. പക്ഷെ അവരുടെ വീട്ടിലെ സെപ്റ്റി ടാങ്കിനുള്ളിൽ അവൾ ഉണ്ടാകുമെന്ന് ആരും ചിന്തിച്ചില്ല. എന്തിന്, ശ്രീകലയുടെ മാതാപിതാക്കൾക്ക് പോലും ആ സംശയം വന്നേയില്ല. എങ്കിലും അനിൽകുമാറിന്റെ അച്ഛൻ, അതായത് ശ്രീകലയുടെ അമ്മായിയപ്പൻ, ശ്രീകലയെ കാണാനില്ല എന്ന് പോലീസിൽ ഒരു പരാതി നൽകി. പക്ഷെ അവൾക്കെതിരെ ഇങ്ങനെയുള്ള ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഒരു കേസ് ശരിയായി അന്വേഷിച്ചുമില്ല. ഇതിനുശേഷം 6 മാസം കഴിഞ്ഞ് അനിൽകുമാർ 2ാമത്തെ വിവാഹം കഴിച്ചു. ഇതാണ് സംഭവിച്ചത് എന്ന് സുരേഷ് കുമാർ പോലീസിനോട് പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ആ ഒരു ഊമക്കത്ത് അത് ആരെഴുതിയിട്ടുണ്ടാകും? തീർച്ചയായും ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 4 പേർ ആ ലെറ്റർ എഴുതിയിരിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ആ ലെറ്റർ മറ്റാരോ എഴുതിയിട്ടുണ്ടാകണം. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ലെറ്റർ എഴുതിയ വ്യക്തിക്ക് ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ അറിയാം എന്നൊരു സംശയം നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുണ്ടാകും. പോലീസ് സ്റ്റേഷനിലേക്ക് ആ ലെറ്റർ ആരെഴുതി അയച്ചു എന്നതിനും ഒരു തിയറി പറയുന്നുണ്ട്. ഒരു ദിവസം അനിൽകുമാർ അവന്റെ സുഹൃത്തുക്കൾക്ക് പാർട്ടി കൊടുക്കുമ്പോൾ അവൻ നന്നായി മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട് താൻ കലയെ കൊന്ന് സെപ്റ്റി ടാങ്കിൽ ഡിസ്പോസ് ചെയ്തു എന്ന കാര്യം പറഞ്ഞു. അത് ആ ഗ്രൂപ്പിലെ ഒരാൾ ശ്രദ്ധിച്ചു. ആ വ്യക്തി ആയിരിക്കാം പോലീസിന് ലെറ്റർ എഴുതിയത്, അല്ലെങ്കിൽ കുറ്റസമ്മതം നടത്തിയ സുരേഷ് ആയിരിക്കാം ലെറ്റർ എഴുതിയിട്ടുണ്ടാവുക എന്ന് പോലീസും സംശയിച്ചു. ഇപ്പൊ എന്തായാലും ഒരാൾ സത്യം സമ്മതിച്ചു.
പ്രമോദും അവളുടെ ശരീരം ഡിസ്പോസ് ചെയ്യാൻ അനിൽകുമാറിനെ സഹായിച്ചുവെന്നും കുറ്റസമ്മതം നടത്തി. മരിച്ച ശരീരമുള്ള സ്ഥലവും കണ്ടെത്തി. ഇനി എന്താണ് വേണ്ടത്? തെളിവുകളെല്ലാം ശേഖരിച്ച് കുറ്റവാളികൾക്ക് ശരിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് ചിന്തിച്ച പോലീസ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ്, അതായത് സെപ്റ്റിക് ടാങ്കിനുള്ളിൽ 4 മണിക്കൂർ കുഴിച്ചതിനു ശേഷം ഒരു ഹെയർ ക്ലിപ്പ്, ഒരു സ്ത്രീയുടെ ഇന്നറിന്റെ എലാസ്റ്റിക്, അതുകൂടാതെ ഒരു ലോക്കറ്റ്, ഇത് മാത്രമാണ് കിട്ടിയത്. മനുഷ്യന്റെ ഒരു എല്ലിൻ കഷ്ണം പോലും അവിടെ നിന്ന് ലഭിച്ചില്ല. ഇവിടെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, പോലീസ് തെളിവുകൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഈ കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കുകയുള്ളൂ. അതിനായി അവർക്ക് അസ്ഥികൾ പോലുള്ള എന്തെങ്കിലും ഒരു ഭൗതിക തെളിവ് കിട്ടണം. മുടി, ഹെയർ ക്ലിപ്പ്, എലാസ്റ്റിക് ഇതൊന്നും വെച്ച് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ ഹെയർ ക്ലിപ്പ്, എലാസ്റ്റിക് ഇവയെല്ലാം മരിച്ച ശ്രീകലയുടേതാണെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ ഈ 4 പേരെയും കേസിൽ നിന്ന് മോചിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ 4 പേരെയും പ്രത്യേകം ചോദ്യം ചെയ്യണം. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ആ 4 പേരും സത്യം ഒരേപോലെ പറയണം. ഒരുപക്ഷെ ഒരാൾ വ്യത്യസ്തമായി പറഞ്ഞാൽ പോലും ശിക്ഷയ്ക്ക് സാധ്യത കുറവാണ് എന്ന് ഈ കേസിനെ കുറിച്ച് ഒരു അഭിഭാഷകൻ പറഞ്ഞ പോയിന്റാണിത്. ഇപ്പൊ മറ്റൊരു സംശയം വരാം. ശ്രീകലയുടെ മരിച്ച ശരീരം സെപ്റ്റിക് ടാങ്കിലല്ല ഇട്ടത്, പിന്നെ എന്തുകൊണ്ട് എല്ലിൻ കഷ്ണങ്ങളൊന്നും കിട്ടിയില്ല എന്നൊരു സംശയം വരാം. ഇതിന് പോലീസിന്റെ ഭാഗത്തു നിന്നും 2 കാരണങ്ങൾ പറയുന്നുണ്ട്. ആദ്യത്തേത്, ഈ സംഭവം നടന്ന് 15 വർഷമായി. വർഷക്കണക്കായി ഈ ഒരു ശരീരം സെപ്റ്റിക് ടാങ്കിനുള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഏതെങ്കിലും രാസപ്രവർത്തനം കാരണം അസ്ഥികൾ അലിഞ്ഞു ചേർന്നിരിക്കാം. പൊടി അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ ദൃശ്യം സിനിമയിലുള്ളതുപോലെ ആദ്യം മരിച്ച ശരീരത്തെ സെപ്റ്റിക് ടാങ്കിൽ ഡിസ്പോസ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ആർക്കും അറിയാതെ വളരെ ബുദ്ധിപൂർവം ആ ശരീരഭാഗങ്ങളെ പുറത്തേക്കെടുത്ത് മറ്റെവിടെയെങ്കിലും സ്ഥലം മാറ്റി കുഴിച്ചിട്ടിരിക്കാം. ഈ 2ൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കാമെന്ന് പോലീസുകാർ പറഞ്ഞു. അതിനായി സെപ്റ്റിക് ടാങ്കിലെ ചില സാമ്പിൾസ് എടുത്ത് ടെസ്റ്റ് ചെയ്യാനായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത ജിജു, സോമരാജ്, പ്രമോദ് ഇവർ 3 പേരിലും മർഡർ, എവിഡൻസ് ഡെസ്ട്രോയ് ചെയ്തത് കൂടാതെ സെക്ഷൻ 34 ഈ 3 വകുപ്പിലും കേസെടുത്തിട്ടുണ്ട്. ശ്രീകലയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നോ എന്നതൊരു സംശയമാണ്. കാരണം നടന്ന കല്യാണത്തിൽ കുമാറിന്റെ മാതാപിതാക്കൾക്ക് യാതൊരു സമ്മതവുമില്ലായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് കുമാറിന് കലയോട് ഒരു വെറുപ്പ് തോന്നിപ്പിച്ചു. അതിനാൽ ഇങ്ങനൊരു തെറ്റായ ബന്ധം ഉണ്ടാക്കിയെടുത്തത് തന്നെ അനിൽകുമാർ ആയിരിക്കുമെന്നും പറയുന്നു. ഇല്ല എന്നൊരു കാര്യത്തെ ഉള്ളതായി പറഞ്ഞ് സംശയിച്ച് നടന്നത് കുമാറാണെന്നും പറയുന്നു. എന്നാൽ ഇത് കൂടുതൽ ബാധിച്ചത് ആരെയാണെന്ന് അറിയണ്ടേ? അതെ, കല മരിക്കുന്ന സമയത്ത് വെറും 1.5 വയസ്സ് മാത്രമുള്ള, ഇപ്പൊ 17 വയസ്സുള്ള അവരുടെ മകനെ ആയിരിക്കും. ആ മകനെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അവൻ പറഞ്ഞത് തന്റെ അമ്മ മരിച്ചിട്ടില്ല എന്നും അവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും, ഇനി ഇത് പറഞ്ഞായിരിക്കും തന്റെ സുഹൃത്തുക്കൾ തന്നെ കളിയാക്കുകയെന്നും പറഞ്ഞു. അതായത് അന്നുവരെയും അവന്റെ ജീവിതം പോയിക്കൊണ്ടിരുന്നത് മറ്റാരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയ ഒരു സ്ത്രീയുടെ മകനാണ് അവനെന്ന രീതിയിലായിരുന്നു. ചിന്തിച്ചു നോക്കുക, ശ്രീകല അങ്ങനെ ചെയ്തില്ല എന്ന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞുവെങ്കിലും ഈ 17 വർഷത്തോളം ആ കുഞ്ഞ് എത്രത്തോളം അപമാനത്തിനും കളിയാക്കലുകൾക്കും ബലിയാടായിട്ടുണ്ടാകും. ഇതിന് കാരണമായ അനിൽകുമാറിന് എന്താണ് സംഭവിച്ചത്? അവനെ അറസ്റ്റ് ചെയ്തോ? അവൻ ഈ കുറ്റസമ്മതമെല്ലാം നടത്തിയോ എന്ന് ചോദിച്ചാൽ, അവനിപ്പോ വിദേശത്തായതുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരു കേസ് ഇപ്പോഴും അന്വേഷണത്തിലാണ്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എല്ലാത്തിനും കാരണക്കാരനായ അനിൽകുമാറിന് എന്ത് ശിക്ഷ നൽകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.